ഓട്ടോ പേ ഒഴിവാക്കാൻ മറന്നുപോകുന്നതുകൊണ്ട് ബാങ്കിൽ നിന്നും പലപ്പോഴും പണി കിട്ടുന്നവരാണ് കൂടുതൽ ആളുകൾ. എന്നാൽ ഇനി മുതൽ ആക്ടിവേറ്റ് ആയിട്ടുള്ള ഓട്ടോ പേകളെല്ലാം ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതിനായി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ പുതിയ പോർട്ടൽ തുടങ്ങിയിരിക്കുകയാണ്. unihelp.npci.org.in എന്ന പോർട്ടലിലൂടെ വരിക്കാർക്ക് തങ്ങളുടെ ഓട്ടോ പേ സബ്സ്ക്രിപ്ഷനുകൾ എളുപ്പത്തിൽ പരിശോധിക്കാനും അതെല്ലാം നിയന്ത്രിക്കാനും കഴിയും. ഓട്ടോ പേ വഴി അനാവശ്യമായി പണം നഷ്ടപ്പെടുന്നത് തടയാൻ ഉപയോക്താക്കളെ സഹായിക്കുന്നതിനാണ് ഈ പുതിയ സംവിധാനം കൊണ്ടുവരുന്നത്. UPI ഇടപാടുകൾക്കിടയിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കാണാൻ ഇത് സഹായിക്കും. ഉപയോക്താക്കൾക്ക് ഇടപാടിന്റെ സ്റ്റാറ്റസ് പരിശോധിക്കാനും പരാജയപ്പെട്ടതോ അല്ലെങ്കിൽ പെൻഡിംഗ് ആയി കിടക്കുന്നതോ ആയ പേയ്മെന്റുകൾ റിപ്പോർട്ട് ചെയ്യാനും UPI ഹെൽപ്പ് വഴി സാധിക്കും. ഉപയോക്താക്കൾക്ക് തങ്ങളുടെ എല്ലാ ആക്റ്റീവ് ഓട്ടോ പേ മാൻഡേറ്റുകളും ഒരൊറ്റ സ്ഥലത്ത് തന്നെ കാണാൻ സാധിക്കും. ഏതെങ്കിലും UPI ആപ്പിലെ മാനേജ് ബാങ്ക് അക്കൗണ്ട്സ് എന്ന ഓപ്ഷൻ വഴിയോ അല്ലെങ്കിൽ പ്രത്യേക ഓട്ടോ പേ വിഭാഗം വഴിയോ ഇത് പരിശോധിക്കാം. ഒക്ടോബർ 7 പുറത്തിറങ്ങിയ സർക്കുലർ പ്രകാരം UPI നെറ്റ്വർക്ക് അംഗങ്ങൾ ഡിസംബർ 31 പുതിയ മാറ്റങ്ങൾ നടപ്പിലാക്കണം. നിലവിലുള്ള മാൻഡേറ്റുകൾ അതുവരെ തുടരും. ഒരു UPI ആപ്പിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഓട്ടോ പേ മാൻഡേറ്റ് മറ്റൊരു ആപ്പിലേക്ക് മാറ്റാൻ ഉപയോക്താക്കൾക്ക് അവസരമുണ്ടാകും. അതേപോലെ തന്നെ വ്യാപാരികൾക്കും പേയ്മെന്റ് പ്രൊവൈഡർമാരെ മാറ്റാനുള്ള സൗകര്യവും അതിലുണ്ട്. നമ്മൾ പലപ്പോഴും ഓട്ടോ പേ സംവിധാനം സെറ്റ് ചെയ്യുന്നത് പിന്നീട് മറന്നുപോകാൻ ഇടയുണ്ട്. ഉദാഹരണത്തിന് ഒരു OTT സേവനം ഉപയോഗിക്കുന്നത് നിർത്തിയാലും ഓട്ടോ പേ റദ്ദാക്കാത്തത് കൊണ്ട് പ്രതിമാസമോ അല്ലെങ്കിൽ പ്രതിവർഷമോ നമ്മൾ അറിയാതെ അക്കൗണ്ടിൽ നിന്ന് പണം പോകും. ഒന്നിലേറെ UPI ആപ്പുകൾ പലരും ഉപയോഗിക്കുന്നതിനാൽ ഓട്ടോ പേ ഏതിലൊക്കെ സെറ്റ് ചെയ്തുവെന്ന് കണ്ടുപിടിക്കുകയും എളുപ്പമായിരിക്കില്ല. എന്നാൽ UPI ഹെൽപ്പ് വഴി വിവിധ ആപ്പുകളിൽ ക്രമീകരിച്ചിരിക്കുന്ന ഓട്ടോ പേ മാൻഡേറ്റ് ഒരുമിച്ച് കാണാനും അത് മാനേജ് ചെയ്യാനും നമുക്ക് കഴിയും. പുതിയ സംവിധാനത്തിൽ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. മാൻഡേറ്റുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ UPI പിൻ നിർബന്ധമാണ്. ഉപയോക്താക്കളെ ആപ്പ് മാറ്റാൻ പ്രേരിപ്പിക്കുന്നതിനായി ക്യാഷ് ബാക്കുകളോ മറ്റ് ഓഫറുകളോ നൽകാൻ പാടില്ല. ഉപയോക്താക്കളുടെ വിവരങ്ങൾ ഡിസ്പ്ലേ ആവശ്യത്തിനല്ലാതെ മറ്റൊന്നിനും ഉപയോഗിക്കാൻ പാടില്ലെന്ന് കർശന നിർദ്ദേശവുമുണ്ട്. ഡിജിറ്റൽ പേയ്മെന്റ് രംഗത്ത് കസ്റ്റമേഴ്സിന് കൂടുതൽ അധികാരവും സുരക്ഷിതത്വവും നൽകുന്നതാണ് NPCIയുടെ ഈ പുതിയ നടപടി. ഇതിനായി unihelp.npci.org.in എന്ന വെബ്സൈറ്റ് തുറന്ന് മൊബൈൽ നമ്പർ നൽകി ലോഗിൻ ചെയ്യുക. ഹോം പേജിലെ ഷോ മൈ ഓട്ടോ പേ മാൻഡേറ്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഈ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഏതൊക്കെ UPI ആപ്പുകളിൽ ഓട്ടോ പേ ക്രമീകരിച്ചിട്ടുണ്ടോ അവയെല്ലാം തരംതിരിച്ച് ഒരൊറ്റ വിൻഡോയിൽ നമുക്ക് കാണാം. ഓരോ ഓട്ടോ പേ വഴി എത്ര തവണ ഇതിനധികം പേയ്മെന്റ് നടന്നിട്ടുണ്ടെന്നും എത്രത്തോളം തുക ആകെ നിങ്ങൾ അടച്ചിട്ടുണ്ടെന്നും കാണാൻ കഴിയും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തൽക്കാലത്തേക്ക് നിർത്തിവെക്കണമെങ്കിൽ പോസ് ഓപ്ഷൻ ഉപയോഗിക്കാം. ഏത് തീയതി വരെയാണ് പേയ്മെന്റ് നിർത്തിവെക്കേണ്ടത് എന്ന ഓപ്ഷനുമുണ്ട്. ഇനി ഇത് പൂർണ്ണമായി ക്യാൻസൽ ചെയ്യാൻ ആണെങ്കിൽ റിവോക്ക് ഓപ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലും ആപ്പുകളിലും ഉപയോക്താക്കൾ അറിയാതെയുള്ള ആവർത്തിച്ചുള്ള പണമിടപാടുകൾ തടയുന്നതിന്റെ ഭാഗമായാണ് NPCIയുടെ ഈ പുതിയ നീക്കം.